താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം തടഞ്ഞുവെച്ചത് നിയമവിരുദ്ധമെന്ന് ബാലാവകാശ കമ്മീഷൻ. പരീക്ഷ നടത്താൻ അനുമതി നൽകിയ ബോർഡിന് ഫലം തടഞ്ഞുവെക്കാൻ അധികാരമില്ല എന്നും പരീക്ഷാ ഫലം 18-നകം പ്രസിദ്ധീകരിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ പറയുകയാണ്. ചേതൻ സാജനുണ്ട്. ചേതനി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെ? ആതിര, ഈ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലാണ് ഈ കുറ്റാരോപിതരായ 6 പേരുടെ പരീക്ഷ റിസൾട്ട്, അതായത് SLC പരീക്ഷ എഴുതിയിരിക്കുമായിരുന്നു. അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും ഇവരെ 3 വർഷവും ഈ പരീക്ഷാ ബോർഡ് ഡീബാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഈ 6 പേരുടെയും മാതാപിതാക്കൾ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ 13-ാം തീയതിയാണ് ഹിയറിംഗ് നടന്നത്. ഈ കുറ്റാരോപിതരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ എതിർഭാഗത്തു നിന്ന് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുമാണ് ഹാജരായത്. ഇതിൽ പ്രധാനമായും എതിർഭാഗത്തു നിന്ന്, അതായത് പരീക്ഷാ ബോർഡ് സെക്രട്ടറി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ SLC പരീക്ഷ നടത്തുന്നതും ഇതിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കുന്നതുമൊക്കെ പരീക്ഷാ ബോർഡിൻ്റെ വിവേചന അധികാരമാണ്. അതുപോലെ തന്നെ നിയമവുമായി ഒത്തുപോവാത്ത ഈ വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഇവരെ ഡീബാർ ചെയ്തതെന്നാണ്. എന്നാൽ പ്രധാനമായും ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ നിരീക്ഷണങ്ങൾ ഇവയാണ്. അതായത് ഏത് പ്രതിസ്ഥാനത്ത് നിന്ന് ആരായാലും, കുറ്റാരോപിതർ ആരുമായിക്കോട്ടെ, അവർക്ക് വിദ്യാഭ്യാസം നേടുന്നതും അതുപോലെ തന്നെ മറ്റു പരീക്ഷകളൊക്കെ എഴുതുന്നതും അത് അവരുടെ മൗലികമായ അവകാശമാണ്. ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല. വിദ്യാഭ്യാസം നേടുക എന്നത് ഒരു പൗരനെ സംബന്ധിച്ചോളം മൗലികമായ അവകാശമാണ്. ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം ബാലാവകാശ കമ്മീഷൻ എടുത്തു പറഞ്ഞത്, ഈ കേസിൽ ഇവരുടെ പരീക്ഷാ ഫലം പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഈ കേസിൽ യാതൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രവുമല്ല, ഈ സംഭവം നടക്കുന്നത്, ഈ കൊലപാതകം നടത്തുന്നത് SLC പരീക്ഷയ്ക്ക് മുമ്പാണ്. പരീക്ഷാ നടപടികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഫലം തടഞ്ഞു വെക്കുന്നതും അതുപോലെ തന്നെ ഡീബാർ ചെയ്തതുമായ സംഭവം വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം തടഞ്ഞുവെച്ചത് നിയമവിരുദ്ധമെന്ന് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകിയത്.